സുഖി ലേറ്റസ്റ്റ് ഹിന്ദി സിനിമയാണ്. സുഖി എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ്, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ പ്രണയിച്ച് കല്യാണം കഴിച്ചപ്പോൾ പിന്നെ ഹസ്ബൻഡിനെ നോക്കണം, മകളെ നോക്കണം, ഹസ്ബൻഡിൻ്റെ രോഗിയായിട്ടുള്ള അപ്പനെ നോക്കണം. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്ത് ശരിക്കും ഒരു അമ്മയായിട്ട് വീട്ടിൽ തന്നെ കഴിഞ്ഞൂടെ 20 years. അത് കഴിഞ്ഞപ്പോൾ കൂടെ പഠിച്ച കുട്ടികളെല്ലാം കൂടി ഡൽഹിയിൽ ഒരുമിച്ച് കൊടുത്തു, ബാച്ച് ഗ്യാതറിങ് 20 വർഷത്തിന് ശേഷം. അപ്പോൾ ഇവിടെ ഹസ്ബൻഡോട് അനുവാദം ചോദിക്കും. അപ്പോൾ ആൾ പറഞ്ഞു, നിനക്ക് പോകാൻ പറ്റില്ല, ഇവിടെ ആരോ നോക്കും, അവൾ 10ാം ക്ലാസ്സിലാണ് മോള്, ഇവിടെ പോകാൻ പറ്റില്ല, നീ ഇത്ര സെൽഫിഷായിട്ട് സംസാരിക്കുന്നതൊക്കെ അപ്പം ചോദിക്കുന്നുണ്ട്, ഈ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൾ പോകണേ, അവളൊരു കുറിപ്പ് എഴുതി വെക്കണേ ഇങ്ങനെയാണ്: 20 വർഷത്തിനുള്ളിൽ ഇടയിൽ ഞാൻ 2 ദിവസം ലീവ് എടുക്കുന്നു എന്ന് പറഞ്ഞു, ഐ ടേക്ക് എ ബ്രേക്ക് ഫോർ 2 days എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. ഹസ്ബൻഡിനും മകൾക്കും അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അവർ ഫോൺ പോലും ചെയ്യുന്നില്ല അമ്മയെ. അപ്പോൾ അവൾ 2 ദിവസം എന്നുള്ളത് പിന്നെ ഒരാഴ്ചയിട്ട് നീണ്ടു പോകുന്നുണ്ട്. അങ്ങനെ ഈ മകൾ പഠിക്കുന്ന ജെസ്സി എന്ന് പറഞ്ഞാൽ മകൾ പഠിക്കുന്ന ക്ലാസ്സിലെ സംസാര വിഷയമായി കുട്ടികൾ ഇവിടെ കളിയാക്കും. ഇവൾ ലീഡറാണ്, ക്ലാസ് ലീഡറും കൂടിയാണ്. അപ്പോൾ കുറേ പേർക്കുള്ള ദേഷ്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഇവളുടെ അമ്മ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കും. അപ്പോൾ ഒരു ദിവസം ബാത്റൂമിൽ പോയിരുന്നു, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ ഒരു ഫ്രണ്ട് ഇവളുടെ അടുത്ത് വന്നിട്ട് പറയും, നീ എന്തിനാ ഇങ്ങനെ കരയണേ, നിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എന്താ പറയണേ, നീ ലക്കിയാണ്, നിനക്ക് ഇങ്ങനൊരു അമ്മയെ കിട്ടില്ല, ലക്കിയാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യമുണ്ട്, ലക്കി ആയതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ ഈ ബാത്റൂമിൽ നിന്ന് ഒറ്റക്ക് കരയേണ്ടി വരുന്നത്, ലക്കി ആയതുകൊണ്ടായിരിക്കുമല്ലോ ഞാൻ മോശം ഭക്ഷണം കഴിക്കുന്നത്, ലക്കി ആയതുകൊണ്ടായിരിക്കുമല്ലോ എനിക്ക് ആനുവൽ ഒറ്റയ്ക്ക് പങ്കെടുക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവളിങ്ങനെ ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നീ പറഞ്ഞല്ലേ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നു, ഞാൻ മോശം ഭക്ഷണം കഴിച്ചു, എൻ്റെ ആനുവൽ ഡേക്ക് ആരും വന്നില്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നീ പറഞ്ഞുകൊണ്ടിരിക്കണേ, എന്നിട്ട് നീ സെൽഫിഷ് ആക്കുന്ന ആരെയാണ്? എൻ്റെ അമ്മയെ. നീ പറയുന്നത് എൻ്റെ അമ്മ സെൽഫിഷാന്ന് പറയണേ, നീയല്ലേ ശരിക്കും സെൽഫിഷ്. അമ്മ ഉണ്ടാകാന്നുള്ളത് വലിയ ഭാഗ്യമുണ്ട് മോളെ, കാരണം എനിക്ക് അമ്മയില്ല, അവളുടെ അമ്മ മരിച്ചു പോയതാണ്. ജീവിച്ചിരിക്കുന്ന അമ്മമാരുള്ളതെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്, യു ആർ വെരി ലക്കി എന്ന് പറയും. അപ്പോഴാണ് ഈ കൊച്ചിന് തെറ്റ് മനസ്സിലാവുന്നത്. എന്നിട്ട് ആ ദിവസങ്ങളിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, സ്പീച്ച് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അതിൻ്റെ വിഷയം വിമൻ എംപവർമെൻ്റ് ആണ്. അപ്പോൾ അതിലവൾ പറയുന്ന അമ്മയെക്കുറിച്ച് അവൾ പറയുന്നു, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും അടുത്ത് കണ്ടിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്നത് അതെൻ്റെ അമ്മയാണ്. പക്ഷേ എൻ്റെ അമ്മയെ ഞാൻ അമ്മയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, അവരൊരു ഒരു സ്ത്രീയായിട്ട്, ഒരു മനുഷ്യനായിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല, അങ്ങനെ ഒരു പരിഗണന കൊടുക്കാൻ പറ്റിയിട്ടില്ല. എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ അമ്മ പെർഫെക്റ്റ് ആയിരിക്കണം, അവർക്ക് തെറ്റ് ചെയ്യാൻ അവകാശമില്ല, അവർ മുഴുവൻ ജീവിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ്, എന്നാലും അവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ഞങ്ങൾ അവരെ സെൽഫിഷ് എന്ന് വിളിക്കും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കുമ്പോൾ എന്തോരം സ്വപ്നങ്ങളെയാണ് എൻ്റെ അമ്മ കൊല്ലുന്നത്. എന്നെപ്പോലെ അവർക്ക് സ്വപ്നങ്ങളില്ലേ? എന്നിട്ട് ഇവിടെ പറയേണ്ട, എൻ്റെ അമ്മേ, ഐ ആം റിയലി സോറി. എൻ്റെ അമ്മ എപ്പോഴും അമ്മയായിട്ടിരിക്കണമെന്നില്ല, അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരെ ജീവിക്കുക, അമ്മയുടെ ഇഷ്ടങ്ങൾ അമ്മ ചെയ്യും, ഐ വിൽ സ്റ്റാൻഡ് വിത്ത് യു എന്ന് ഈ അമ്മ പറയുന്നുണ്ട്. ഇത് ഈ മൊബൈൽ ലൈവായിട്ട് അമ്മ കാണുന്ന അമ്മ കണ്ണ് നിറയുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ അമ്മമാരെ കുറിച്ച് ചിന്തിക്കണം. സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന 2 സ്ട്രോങ് ആയിട്ടുള്ള അമ്മമാരാണ് എലിസബത്തും പരിശുദ്ധ മറിയവും. ഇവർ എന്താ സ്ട്രോങ് ആവുന്നതെന്നറിയാമോ? ഇവരുടെ ഹസ്ബൻഡുമാർ ഇത്തിരി താഴോട്ട് പോയി. കാരണം സക്രിയാസ് മ്യൂട്ടായി പോവുകയാണ്, സക്രിയാസിന് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ മുന്നിട്ട് ചെയ്യേണ്ടത് ആരാണ്? എലിസബത്താണ്. ജോസഫ് ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ കാര്യങ്ങൾ മുന്നിട്ട് ചെയ്യേണ്ടത് ആരാ? അത് മറിയമാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള 2 അമ്മമാരാണ് എലിസബത്തും മറിയും എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് അവർ മദേഴ്സ്. നമ്മുടെ അമ്മമാർ എന്തുമാത്രം സ്ട്രോങ്ങാണ്. ശരിക്കും അവരവരുടെ സ്വപ്നങ്ങൾ ജീവിക്കുന്നുണ്ടോ? അവരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സ്വന്തം കാര്യത്തിന് വേണ്ടി നിന്ന് നമ്മൾ എന്തു പറയും? ഇത്ര സെൽഫിഷാണ് മമ്മി എന്നുമല്ലേ പറയുന്നത്? തെറ്റല്ലത്. ലെറ്റ് us accept them.